നമസ്കാരം. US വീക്കിലി റൗണ്ടപ്പിന്റെ ഈ ആഴ്ചത്തെ എപ്പിസോഡിലേക്ക് ന്യൂയോർക്കിൽ നിന്നും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ ആഴ്ചത്തെ ഹൈലൈറ്റ്സ്: ഒബാമയ്ക്ക് ഇന്ത്യൻ അമേരിക്കൻ സംഘടനയുടെ പിന്തുണ, ഫോമ കൺവെൻഷന് തുടക്കം, ബിൽ ഗേറ്റ്സ് സ്ഥാനമൊഴിഞ്ഞു, സിറ്റി ഗ്രൂപ്പ് 6500 പേരെ കൂടി പിരിച്ചുവിടുന്നു. US വീക്ക്ലി റൗണ്ടപ്പ് സ്റ്റാർട്ട്സ് നൗ. പ്ലീസ് സ്റ്റേ വിത്ത് us. ആദ്യമായി ഹാപ്പനിങ്സ്. ഫോമയുടെ ഹൂസ്റ്റൺ കൺവെൻഷന് വർണ്ണാഭമായ തുടക്കം. ഫെഡറേഷൻ ഓഫ് മലയാളി അസോസിയേഷൻസ് ഇൻ അമേരിക്കാസിന്റെ പ്രഥമ അന്തർദേശീയ സമ്മേളനത്തിൽ അമേരിക്കയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും നിരവധി മലയാളികൾ പങ്കെടുത്തു. ഫോമ കൺവെൻഷന് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷനും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം വളരെ നന്നായിട്ട് നടക്കുന്നു. പ്രസിഡന്റ് ശശിധരൻ നായരും സെക്രട്ടറി അനിയൻ ജോർജും ട്രഷറർ MG മാത്യുവും ഉദ്ഘാടന ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി കലാപരിപാടികൾ ഉദ്ഘാടന ചടങ്ങുകളോടനുബന്ധിച്ചുണ്ടായിരുന്നു. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി ബറാക് ഒബാമയ്ക്ക് പ്രമുഖ ഇന്ത്യൻ അമേരിക്കൻ സംഘടനയുടെ പിന്തുണ. ഒബാമയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്കായി $10 ദശലക്ഷം അമേരിക്കൻ ഇന്ത്യൻസ് ഫോർ ഡെമോക്രാറ്റ്സ് എന്ന സംഘടന നൽകുന്നത്. നേരത്തെ ഹിലറി ക്ലിന്റന് പിന്തുണ നൽകിയിരുന്ന സംഘടന ക്ലിന്റൺ പിന്മാറിയതിനു ശേഷമാണ് ഒബാമയ്ക്കായി രംഗത്തെത്തിയത്. ഹിലറി ക്ലിന്റന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് $5 ദശലക്ഷം ഇവർ നൽകിയിരുന്നത്. ക്രൂഡ് ഓയിൽ വിലവർദ്ധനയ്ക്ക് കടിഞ്ഞാണിടുന്നതിനെപ്പറ്റി ആലോചിക്കുവാൻ സൌദി അറേബ്യയിലെ ജിദ്ദയിൽ സമ്മേളനം നടന്നതിന്റെ പിറ്റേന്ന് തന്നെ ആഗോള എണ്ണവില വീണ്ടും ഉയർന്നു. അമേരിക്കൻ അവധി വ്യാപാര വിപണിയിൽ എണ്ണവില ഇതോടെ ബാരലിന് $142 ജിദ്ദ സമ്മേളനം ആഗോള എണ്ണ വിപണിയിൽ ഗുണപരമായ ഒരു ഫലവും ഉണ്ടാക്കിയില്ല എന്നാണ് ഇത് സൂചിപ്പിക്കുന്നതെന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നു. മൈക്രോസോഫ്റ്റ് സ്ഥാപകനായ ബിൽ ഗേറ്റ്സ് മൈക്രോസോഫ്റ്റിൽ നിന്നും സ്ഥാനമൊഴിഞ്ഞുവെങ്കിലും മൈക്രോസോഫ്റ്റ് ഡയറക്ടർ ബോർഡിൽ ഗേറ്റ്സ് ചെയർമാനായി തുടരും. കമ്പനിയിലെ ഏറ്റവും വലിയ ഓഹരിയുടമയും ഗേറ്റ്സ് തന്നെയായിരിക്കും. വിരമിച്ചുവെങ്കിലും കമ്പനിയുടെ നൂതന സോഫ്റ്റ്വെയർ വികസന പരിപാടികളിൽ ഗേറ്റ്സ് സഹകരിക്കുമെന്നാണ് സൂചന. ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ്സ് ഫൌണ്ടേഷനിലൂടെ സാമൂഹ്യ സേവന രംഗത്തെ കർമ്മനിരതരാകാനാണ് ഗേറ്റ്സ് പദ്ധതിയിട്ടിരിക്കുന്നത്. ഇന്ത്യ, ആഫ്രിക്ക അടക്കമുള്ള രാജ്യങ്ങളിൽ പാവപ്പെട്ടവരുടെ ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങളിൽ സജീവമായ ഫൌണ്ടേഷന്റെ നിലവിലുള്ള ആസ്തി $3000 കോടി അടുത്തുവരും. മഞ്ഞുമലയിടിച്ച് തകർന്ന ടൈറ്റാനിക്കിലെ ലൈഫ് ജാക്കറ്റ് $68,500 ന്യൂയോർക്കിൽ ലേലം ചെയ്തു. നിലവിൽ ടൈറ്റാനിക്കിൽ അവശേഷിക്കുന്ന 6 ജാക്കറ്റുകളിൽ ഒന്നാണ് ലേലം ചെയ്തത്. ഒരു കനേഡിയൻ കുടുംബത്തിന്റെ കൈവശമാണ് ഇപ്പോൾ ഈ ജാക്കറ്റുകൾ ഉള്ളത്. 1912 അറ്റ്ലാന്റിക് സമുദ്രത്തിൽ കപ്പൽ അപകടത്തിൽപ്പെട്ടത്. 1500 യാത്രക്കാരും കപ്പൽ ജീവനക്കാരും അപകടത്തിൽ മരിച്ചിരുന്നു. സ്വകാര്യ ഉപയോഗത്തിന് US പൌരന് തോക്ക് സ്വന്തമാക്കാമെന്ന് സുപ്രീം കോടതി വിധിച്ചു. 4-നെതിരെ 5 ജഡ്ജിമാരുടെ പിന്തുണയോടെയാണ് വിധി. തോക്ക് സ്വന്തമാക്കാമെന്ന രാജ്യത്തെ ഭരണഘടനയുടെ 2ാം ഭേദഗതി അനുവദിക്കുന്നുണ്ടോ എന്ന വിഷയം 70 വർഷത്തിനിടെ ഇത് ആദ്യമായാണ് കോടതി പരിശോധിക്കുന്നത്. തിരിച്ചുവരവിന് പരിശ്രമിക്കുന്ന സിറ്റി ഗ്രൂപ്പ് വീണ്ടും 6500 പേരെ കൂടി പിരിച്ചുവിടുന്നത് മലയാളികളടക്കമുള്ള ഇന്ത്യക്കാരെയും സാരമായി ബാധിക്കും. ഇത്തവണ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിംഗ് വിഭാഗത്തിൽ നിന്നാണ് പിരിച്ചുവിടൽ. ഇക്കഴിഞ്ഞ മാസങ്ങളിലായി 13,000 ജീവനക്കാരെ സിറ്റി ഗ്രൂപ്പ് പിരിച്ചുവിട്ടിരുന്നു. പുതിയ പ്രഖ്യാപനത്തോടെ 19,500 പേരുടെ ജോലിയാണ് നഷ്ടപ്പെടുവാൻ പോകുന്നത്. ഇന്ത്യക്കാരനായ വിക്രം പണ്ഡിറ്റ് സാരഥിയായതിനു ശേഷം ലാഭകരമല്ലാത്ത പല വിഭാഗങ്ങളും ചുരുക്കി വരികയാണ്. അടിമപ്പണി ചെയ്യിച്ചതിന് ഇന്ത്യക്കാരിക്ക് 11 വർഷത്തെ തടവ്. ഇന്തോനേഷ്യക്കാരായ 2 സ്ത്രീകളെ അടിമപ്പണി ചെയ്യിച്ചതിന് ഇന്ത്യൻ വംശജയായ കോടീശ്വരി വർഷ സബ്നാണിക്ക് 11 വർഷത്തെ തടവ് ശിക്ഷ. അമേരിക്കയിലെ വിചാരണ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. കൂടാതെ ഇവർ $25,000 പിഴയടക്കേണ്ടി വരും. ബലം പ്രയോഗിച്ച് ജോലി ചെയ്യിക്കുക, അടിമപ്പണിക്ക് പ്രേരിപ്പിക്കുക എന്നീ കുറ്റങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ശിക്ഷ വിധിച്ചത്. ചൊവ്വ ഗ്രഹത്തിൽ ജീവന് അനുകൂല സാഹചര്യമാണുള്ളതെന്ന് കണ്ടെത്തൽ. അമേരിക്കൻ ബഹിരാകാശ ഗവേഷണ ഏജൻസിയായ നാസയുടെ പര്യവേഷണ വാഹനമായ ഫീനിക്സ് നടത്തിയ പഠനത്തിലാണ് ഈ കണ്ടുപിടുത്തം. ചൊവ്വയിലെ മണ്ണ് ഭൂമിയിലെ മണ്ണ് പോലെയുള്ളതാണെന്നും എന്നാൽ ചില മൂലഘടകങ്ങളുടെ കുറവുണ്ടെന്നും പരിശോധനയിൽ തെളിഞ്ഞു. ഇനിയൊരു ഇടവേള. പ്ലീസ് സ്റ്റേ വിത്ത് us. The first and foremost website for American Malayalis, emalayali.com. Visit today. Up-to-date news, community programs, video and photo of current events. emalayali.com. ഇനി ലൈഫ് സ്റ്റൈൽ. ഈ ആഴ്ചത്തെ ലൈഫ് സ്റ്റൈലിൽ ഹൂസ്റ്റണിൽ നടന്ന ഫോമ കൺവെൻഷന്റെ ഉദ്ഘാടന ദിനത്തിലെ ചടങ്ങുകൾ. ഈ ആഴ്ചയിലെ ലൈഫ് സ്റ്റൈലിലേക്ക് ഹ്യൂസ്റ്റണിലെ ഫോമ കൺവെൻഷൻ വേദിയിൽ നിന്നും
എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ നടന്ന ഉദ്ഘാടന ചടങ്ങുകൾക്ക് ശേഷം വിവിധ കലാപരിപാടികൾ അരങ്ങേറുകയുണ്ടായി. ഇതിൽ ഏറ്റവും വൈവിധ്യമാർന്ന ഒരു പരിപാടിയായിരുന്നു ന്യൂയോർക്ക്, ന്യൂജേഴ്സി, ഫിലഡൽഫിയയിൽ നിന്ന് വന്ന കുട്ടികൾ അവതരിപ്പിച്ച ഒരു സിനിമാറ്റിക് ഡാൻസ്. Hi guys, it was an excellent show. So, what was the theme? We were just trying to bring out our favorite songs and from our favorite Hindi movies and our favorite music from around here, also American music. Just trying to show everybody what we like to do, so that hopefully everybody can enjoy that also. എങ്ങനെ എൻജോയ് ചെയ്യുന്നത്? ഇവിടെ വന്ന് ഇന്ന് വൈകിട്ട് വന്നതാണ്. എല്ലാം നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ സാധിച്ചു, പഴയ ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ സാധിച്ചു. പിന്നെ എല്ലാവരും ഗെറ്റ് ടുഗദറാണ്. 3-4 ദിവസം അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ഇവിടെ എന്ത് ടൈപ്പ് ഓഫ് ഡാൻസ് ആണ് നിങ്ങൾ ചെയ്യുന്നത്? നമ്മൾ ക്ലാസിക്കലാ ചെയ്യുന്നത്. ആരാ നിങ്ങളെ ഡാൻസ് പഠിപ്പിക്കുന്നത്? ജേമി ചേച്ചി. Jamie Chechi, what do you think about what are you teaching? Just classical dance, just anything that relates to our culture. സ്റ്റേജിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങി വന്ന കൊച്ചു കലാകാരികൾ നമ്മോടൊപ്പമുണ്ട്. നമ്മുടെ പേരെന്താ? ശോഭദായസ്, മിച്ചു, രശ്മി, ജാസ്മിൻ. You said Shofa Dayas. മോളെ ഏത് ടൈപ്പ് ഓഫ് ഡാൻസാ ഇപ്പം അവിടെ സ്റ്റേജിൽ ചെയ്തത്? സിനിമാറ്റിക്. ആരായി ഡാൻസ് പഠിപ്പിച്ചത്? സുനന്ദ നായർ. താങ്ക് യു വെരി മച്ച്. കീപ് ഇറ്റ് അപ്പ്. മിസ്റ്റർ ശശിധരൻ നായർ, ഒരൊറ്റ വാചകത്തിൽ ഈ ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം താങ്കൾക്ക് ഇപ്പോൾ എന്ത് തോന്നുന്നു? ഞാൻ വളരെ സന്തോഷവാനാണ്. കാരണം ഉദ്ദേശിച്ചിലധികം ആൾക്കാരെ ഇതിൻ്റെ അത് പങ്കെടുക്കുന്നുണ്ട്. തന്നെയല്ല, എല്ലാവരുടെയും സ്നേഹവും സന്തോഷവും കാണുമ്പോൾ ഞാൻ ഇത്രയും ചെയ്യുന്നതിലുള്ള സന്തോഷം എനിക്ക് അതിയായിട്ടുണ്ട്. അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു സിറ്റുവേഷൻ. ഒരൊറ്റ കാര്യം കൂടി, ഈ ഒരു പ്രസ്ഥാനം തുടങ്ങിയ സമയത്ത് ഉണ്ടായിരുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. സംഗതികൾ ഒത്തിരി മാറിപ്പോയി. ഈ മലയാളികളെ ഒന്നിപ്പിച്ച് ഇവിടെ കൊണ്ടുവരുന്നതിൽ താങ്കൾ വിജയിച്ചു എന്ന് ഈ ഒന്നാം ദിവസം താങ്കൾക്ക് തോന്നുന്നുണ്ട്? വളരെ ശക്തിയായിട്ട് ഞാൻ പറയുന്നു. ഈ കൺവെൻഷൻ ഇന്നത്തെ റെസ്പോൺസ് കണ്ടപ്പോൾ അമേരിക്കയിലുള്ള മലയാളികൾ മൊത്തവും ലോകത്ത് ആകമാനമുള്ള മലയാളികൾ മനസ്സിലാക്കണം, ഒന്നായി നിന്നാൽ സത്യം, ധർമ്മം, നീതി ഇത് മാത്രമേ വിജയിക്കത്തുള്ളൂ. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്നത്തെ ഈ ഇനോഗ്രേഷൻ. അമേരിക്കയെ സംബന്ധിച്ചോ, അമേരിക്കയിലെ മലയാളികളെ സംബന്ധിച്ചോ, ഫൊഖാനെ സംബന്ധിച്ചോ, ഫോമയെ സംബന്ധിച്ചോ വ്യക്തിപരമായോ യാതൊരു ഇൻട്രൊഡക്ഷനും ആവശ്യമില്ലാത്ത ഒരു വ്യക്തിയാണ് ശ്രീ TP ശ്രീനിവാസൻ സാർ. നമ്മുടെയൊക്കെ അംബാസഡർ എന്നതിലുപരി നമ്മുടെ അമേരിക്കൻ മലയാളികളുടെ ഒരു ഉറ്റ സുഹൃത്താണ് സാറ്. ഈ ഉദ്ഘാടനം, ഫോമയുടെ ഉദ്ഘാടന ദിവസം ഉദ്ഘാടനം കഴിഞ്ഞു, രാത്രി 10 മണിയായിരിക്കുന്നു. ഒന്നാം ദിവസം സാറിന്റെ പ്രതികരണം? മലയാളികൾ ഒന്നിച്ചു കൂടുകയും ഒന്നിച്ച് പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനൊക്കെ എപ്പോഴും ഞാൻ പങ്കെടുക്കാറുണ്ട്. അപ്പോൾ ആ ഒരു സ്പിരിറ്റിലാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഫോമ എന്നുള്ളൊരു പുതിയ സംഘടനയായിട്ടല്ല ഞാനതിനെ കാണുന്നത്, ഒരു കണ്ടിന്യൂറ്റി എന്നുള്ള തരത്തിൽ. ഒരു സാങ്കേതികമായ ചില കാരണങ്ങൾ കൊണ്ട് പേര് മാറ്റേണ്ടി വന്നു എന്നൊരു തരത്തിലാണ് ഞാനതിനെ കാണുന്നത്. കൺവെൻഷൻ ഒന്നാം ദിവസം രാത്രി 11 മണി. എന്ത് തോന്നുന്നു? വളരെയധികം സന്തോഷം. കാരണം ഞാൻ മുമ്പ് ഒരു മീറ്റിംഗിൽ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ ടെൻഷൻ അനുഭവപ്പെടുന്ന ദിവസമാണ് ആദ്യത്തെ ദിവസം. അന്ന് എന്തെങ്കിലും പാളിച്ചകളോ അല്ലെങ്കിൽ സമയം കൊണ്ട് നമ്മൾ താമസം വരികയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് തീർച്ചയായും കൺവെൻഷനെ ബാധിക്കും. ഇന്ന് ദൈവാനുഗ്രഹം കൊണ്ട് തന്നെ, എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടായിരിക്കാം, അനുഗ്രഹം കൊണ്ടായിരിക്കാം,
കൃത്യം 7 മണിക്ക് തന്നെ നമ്മുടെ കൾച്ചറൽ പരിപാടികളുടെ ഉദ്ഘാടന കർമ്മം നടന്നു. അതിനുശേഷം 8 മണിയോടുകൂടി മനോഹരമായ നൃത്തങ്ങൾ ന്യൂജേഴ്സി, ന്യൂയോർക്ക്, ഹൂസ്റ്റൺ തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും എത്തിയ കലാകാരന്മാരുടെയും കലാകാരികളുടെയും നൃത്തങ്ങൾക്ക് നമ്മൾ സാക്ഷ്യം വഹിച്ചു. ഇപ്പോഴിതാ നമ്മുടെ തിരുവല്ലായിൽ നിന്നും എത്തിയിരിക്കുന്ന നിരണം രാജൻ ജനങ്ങളെ ഇളക്കിക്കൊണ്ട് ഒരു ജനകീയ ഗാനമേള അവിടെ നടത്തുകയാണ്. ഞങ്ങളുടെ മനസ്സിലുള്ളതും ഒരു ജനകീയ പരിപാടി. ഈ ജൂലൈ 1 മുതൽ 5 വരെ ജനകീയ പരിപാടിയായിട്ട് ഇത് പോകണം, ഇത് ജനങ്ങളുടെ കൺവെൻഷൻ ആകണം എന്നുള്ള ആഗ്രഹമാണ്. അത് ദൈവാനുഗ്രഹം കൊണ്ടും എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടും ഇന്ന് മനോഹരമായിട്ട് ഇന്ന് പര്യവസാനിക്കുകയാണ് ഈ കൺവെൻഷൻ.